കോഴിക്കോട് എലത്തൂരിൽ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ വൈശാഖിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവുകൾ കണ്ടെത്താനും 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. മിഥില ബാലൻ വിശദാംശങ്ങൾ നൽകും. മിഥില, സമാനതകളില്ലാത്ത അതിക്രൂര കൊലപാതകം എന്ന തരത്തിലാണ് ഈ കേസിനെ പരിഗണിക്കുന്നത്. ഇനിയുള്ള നിയമ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് അതെങ്ങനെയാണ്? ആര്യ, ഹരിപ്രിയ, നിലവിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതി വൈശാഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുക. അതിനായുള്ള അപേക്ഷയാണ് നൽകുക. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിനായുള്ള അപേക്ഷ നൽകുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രാഥമികമായ ചോദ്യം ചെയ്യലിനപ്പുറം ഈ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ വെച്ച് ഈ യുവതിയുടെ ഡയറി എല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡയറിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൂടി പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഈ വൈശാഖിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോയിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കയർ, ഒപ്പം തന്നെ ജ്യൂസ്, ഉറക്കുഗുളിക എന്നിവ എവിടെ നിന്ന് വാങ്ങി, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്തുതന്നെയായാലും നിലവിലിപ്പോൾ 5 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എത്ര ദിവസം കസ്റ്റഡിയിൽ ലഭിക്കും എന്നത് ഇന്ന് കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു പീഡനം, അതായത് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ഈ പെൺസുഹൃത്തിനെ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി ജ്യൂസിൽ ഉറക്കുഗുളിക കലർത്തി അതിനുശേഷം കഴുത്തിൽ കുരുക്കിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ആര്യ, ഹരിപ്രിയ. അതെ, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്.